എന്താ പരിപാടി എന്ന് വെച്ചാൽ നല്ല ഭക്ഷണം കഴിക്കണം. അതിനാണ് കൊട്ടാരത്തിൽ വന്നേക്കുന്നത്. അപ്പോൾ വിട്ടേക്കാം, കൊട്ടാരത്തിലെ കാഴ്ചകൾ കാണാം. കമോൺ. വിജയുടെ എന്താ ഈ കൊട്ടാരം എന്നൊരു പേര് വരാൻ കാരണം? ഷാപ്പിൻ്റെ പേര് ആദ്യം തന്നെ ഇത് കൊട്ടാരം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചതുകൊണ്ട് ലൈസൻസ് കൊട്ടാരം എന്ന് തന്നെ. അത് നമ്മൾ മാറ്റിയില്ല, അങ്ങനെ തന്നെ പൊട്ടെന്ന് വിചാരിച്ചു. ശരിക്കും ഇപ്പോൾ കൊട്ടാരത്തിന് ഇപ്പോഴാണ് അതിൻ്റെ ആ പേരിനൊരു ഇത് വന്നത്. ഇപ്പോൾ രാജകീയമായി കാര്യങ്ങളല്ല, രാജകീയമായി ഇപ്പോൾ അല്ല. തുടങ്ങിയ ഷാപ്പ് വെറും സാധാ ഷാപ്പ് മാത്രം, വെറും കള്ളുടിച്ചിട്ട് സ്ഥലം മാത്രം, കപ്പയും മുളക് ചാറും മാത്രമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു മാറ്റം വരട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഏറ്റവും സംഭവം സെറ്റ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് എന്താ? മെയിൻ ഇവിടെ നമ്മൾ കാരി പൊള്ളിച്ചതും മത്തി കുരുമുളക് ഇട്ടതും, പിന്നെ നാടൻ കോഴി. വെള്ളം വരുന്നുണ്ടല്ലോ. നാടൻ കോഴി പെരളൻ എന്ന് വെച്ചാൽ സംഭവം നാടൻ കോഴി പെരട്ടെന്ന് പറയും. സ്റ്റാർട്ടിങ് ഇപ്പോൾ രാവിലെ 10 മണിക്കോ? 10 മണിക്ക്. ഇപ്പോൾ ഫുഡ് ഓടി തുടങ്ങുമ്പോഴൊക്കെ ഏകദേശം 11:30 ആവും ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുമ്പോൾ. ഫാമിലിയൊക്കെ വരാറുണ്ട്. ഇപ്പം മീൽസും തുടങ്ങി. ഈ നൈറ്റ് ഇപ്പോൾ ക്ലോസിങ് 10 മണി അല്ല 8 മണി. 8 മണി അത് എല്ലാം അടയ്ക്കും. അതായത് കള്ളുഷാപ്പ് അപ്പുറത്തെ, ശരിക്കും അപ്പുറത്താണ്. ഇവിടെ ഫാമിലി ഓറിയന്റഡ് ആയിട്ട് ആൾക്കാർ വന്ന് കഴിച്ചു പോകുന്നു. കൊട്ടാരത്തിലെ രാജാവ് ആരാന്നറിയണ്ടേ? ഒരു രാജാവ് അവിടെ ഉണ്ട് കേട്ടോ, പുലിക്കാട്ടിൽ ചാർലി. കണിമംഗലം പൂലകം ഉണ്ട്, തൈപ്പറമ്പിൽ അശോകൻ യോധ, തൊട്ടുപുറത്ത് മുള്ളംകൊല്ലി വേലായുധൻ, തൊട്ടുപുറത്ത് മംഗലശ്ശേരി നീലകണ്ഠൻ, ചിറക്കൽ ശ്രീഹരി. അങ്ങനെ 6-7 ക്യാബിൻ എല്ലാം ലാലേട്ടൻ്റെ ക്യാരക്ടർ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ബിജുട്ടാ എല്ലാം ലാലേട്ടൻ്റെ ക്യാരക്ടേഴ്സാണ്. എന്താ അങ്ങനെ ഒരു ടീമിലേക്ക് എത്തി? ലാലേട്ടൻ്റെ ഫാനാ? കട്ട ഫാനാ? ഞാനും മോനും ഒക്കെ അങ്ങനെ പണ്ടോട്ട് ലാലേട്ടൻ്റെ ആളാ. പിന്നെ അങ്ങനെ ഒരു വ്യത്യസ്തമായിക്കോട്ടെ നിർത്തി അങ്ങനെ ചെയ്താ. ഇവിടെ നമുക്ക് 6-7 ക്യാബിനോ? 6 മറ്റേത് 36 പേർക്കാനുള്ള ഒരു AC റൂമാണ്. ഒട്ടുമിക്ക എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ. അതാണ് ഈ കൊട്ടാരത്തിലെ, ഇതാണ് കലവറ. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ഇതിൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണുടക്കിയത് എവിടേക്ക് വെച്ചാലേ മത്തിയിലേക്ക് കേട്ടോ. മത്തി കുരുമുളക് ഇട്ട് വെച്ച മത്തി. കൊട്ടാരത്തിലെ കലവറ കൊള്ളാം. താറാവ്, പന്നി, നാടൻ കോഴി, ബീഫ് ഫ്രൈ, മത്തി പൊള്ളിച്ചത്, ചെമ്മീൻ റോസ്റ്റ്, കക്കാറച്ചി. ഒരു 10-20 ഐറ്റം ഉണ്ടാവില്ലേ? 20 ഐറ്റംസ് 20 ഉണ്ടാവും. അത് വന്നു കഴിഞ്ഞാൽ കൊട്ടാരത്തിൽ വന്നാൽ നിർബന്ധമായി കഴിക്കണം എന്ന് പറയുന്ന ഐറ്റം എന്താ? കാരിയാണ്. കാരി വരാരി. ഈ കാര്യം എന്താ? കുടംപുളിട്ട് വെക്കുക? കുടംപുളിട്ട് പൊള്ളിച്ചത്. ഉച്ചയ്ക്ക് ഊണുണ്ടോ? ഉച്ചയ്ക്ക് ഊണുണ്ട്. ഇത് കായല്ല മഞ്ഞക്കൂരി എന്ന് പറയും. ഇതും കായല്ല കാളാഞ്ചി എന്ന് പറയുന്നതാണ്. പിന്നെ കാച്ചിന് ചേമ്പ്, അപ്പം, പൊറോട്ട, ഇടിയപ്പം, ചപ്പാത്തി. അല്ല ഈ ഫുഡ് ഐറ്റം എല്ലാം 11 റെഡിയോ? എല്ലാ ഐറ്റങ്ങളും 11 മണിയാകുമ്പോൾ. നമ്മൾ കൊട്ടാരത്തിലെ കടവറയിൽ കണ്ട എല്ലാ ഐറ്റമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് ഐറ്റം മാത്രം നമ്മൾ അങ്ങോട്ട് സെലക്ട് ചെയ്തെടുത്തു. നമ്മളെ ചേട്ടന്മാർ പറഞ്ഞല്ലോ കാരിയാണ് സ്പെഷ്യൽ. അതായിട്ട് ഐറ്റം കാരി. കാരി ഇങ്ങോട്ട് നല്ല കാരിയാക്കും. മമ്മൂക്ക പറഞ്ഞോരേ മീൻകറിയും കപ്പയും കണ്ട എങ്ങനെയൊക്കെ ഡയറ്റൊക്കെ നോക്കുകയല്ലേ. കുരുമുളക് കിട്ട മത്തിക്കറി, കപ്പേ. പിന്നെ താറാവുണ്ട്, കേരയുണ്ട്, ചേമ്പുണ്ട്, കാളാഞ്ചിയുണ്ട്. ഇത് പിന്നെ മിക്സ് ആട്ടോ. നമ്മുടെ കായലിൽ കിട്ടുന്ന എല്ലാ മീനും മിക്സ് ചെയ്ത് വെക്കുന്ന ഗംഭീരം തന്നെ. നൈസ്. അപ്പം ചേട്ടാ ലൊക്കേഷൻ തിരഞ്ഞിട്ടാ പറഞ്ഞേ? ഇങ്ങോട്ടുള്ള വഴി ആലപ്പുഴ ചേർത്തല തങ്കിപ്പള്ളിക്ക് വരുന്ന വഴി കടക്കരപ്പള്ളി മാർക്കറ്റിന് സമീപമായിട്ടാണ് ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ തങ്കിപ്പള്ളി തൊട്ടെടുത്താട്ടോ കൊട്ടാരം ഷാപ്പ്. പിന്നെ ഉച്ചയ്ക്കാണ് മെയിൻ. പിന്നെ വൈകുന്നേരത്തോടെ എല്ലാ ഐറ്റങ്ങളൊക്കെ തീരും ഏകദേശം. ഉച്ചയ്ക്ക് പിന്നെ മീൽസും ഉണ്ട് കേട്ടോ. മീൽസത്തെ 60 രൂപ. അപ്പോൾ ഞാൻ വല്ല എന്തായാലും കഴിച്ചിട്ട് വിട്ടേക്കും. അടുത്ത സ്ഥലത്ത് വീണ്ടും പാക്കാം. ഓക്കെ, ബൈ.